ആഡം ഇൻ്റർനാഷണലിൻ്റെ വീഡിയോസ് ഇടുന്ന സമയത്ത് ഏറ്റവും അധികം കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു വേർഡാണ് സ്പോട്ട് അഡ്മിഷൻ എന്നുള്ളത്. നല്ലൊരു ശതമാനം ആളുകൾ അത് കേട്ട് ആ ഫ്ലോയിൽ അങ്ങനെ പോകാറുണ്ട്. പക്ഷെ വേറൊരു സെറ്റ് ആളുകൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, എന്താണ് ഈ സ്പോട്ട് അഡ്മിഷൻ? ഇതിനെക്കുറിച്ചൊരു ക്ലാരിഫിക്കേഷൻ ഞങ്ങൾക്ക് തരാമോ എന്നുള്ളത്. സോ നിങ്ങൾക്ക് വ്യക്തമായിട്ട് എന്താണ് സ്പോട്ട് അഡ്മിഷൻ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം. കമോൺ. യൂറോപ്പിലെ ടോപ്പ് റാങ്കിങ് യൂണിവേഴ്സിറ്റീസിലുള്ള ഡെലിഗേറ്റ്സ് ഡയറക്റ്റ് കൊച്ചിയിലുള്ള ആഡം ഇൻ്റർനാഷണൽ ഓഫീസിൽ എത്തിയതിന് ശേഷം അവരൊരു ഡയറക്റ്റ് ഇൻ്റർവ്യൂവിലൂടെ തന്നെ നമ്മുടെ +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് UG അല്ലെങ്കിൽ PG കോഴ്സിലേക്ക് അഡ്മിഷൻ കൊടുക്കുന്നു. ടെക്നിക്കലി ഇത്രയേ ഉള്ളൂ സ്പോട്ട് അഡ്മിഷൻ. പക്ഷെ വേറെയും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയാലേ ഇതിൻ്റെ ഇമ്പോർട്ടൻസും സീരിയസ്നെസ്സും മനസ്സിലാവത്തുള്ളൂ. ഇനി ഇതിനകത്തെ ഒരു ചെറിയൊരു പ്രശ്നം എവിടാന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രശ്നമല്ല, നമുക്ക് സംഭവിക്കാൻ സാധ്യതയുള്ളൊരു ചെറിയ നഷ്ടം എന്ന് പറയുന്നത്, നമ്മൾ ഒരു യൂറോപ്യൻ യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യണമെങ്കിൽ സാധാരണഗതിയിൽ അവരുടെ ഒരു ആപ്ലിക്കേഷൻ ഫോം അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ഫീ കൊടുക്കണം. ഈ ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് ഏതാണ്ട് 12,000 to 20,000, 12 to 20,000 വരെയാണ്. ഇത് നമ്മൾ കൊടുത്തു എന്ന് തന്നെ ഇരിക്കട്ടെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇൻ്റർവ്യൂവിനകത്ത് നമുക്ക് എന്തോ ലാംഗ്വേജ് പ്രോബ്ലം വന്ന് ഇൻ്റർവ്യൂ നമ്മൾ ഫെയിലായിപ്പോയി. ഈ 12,000 to 20,000 നമ്മൾ ഈ കൊടുക്കുന്ന ആപ്ലിക്കേഷൻ ഫീ നമുക്ക് തിരിച്ച് കിട്ടത്തില്ല, അതങ്ങ് പോയി. അവിടെയാണ് പ്രോബ്ലം വരുന്നത്. ഇനിയും ആഡം ഇൻ്റർനാഷണലിൻ്റെ സ്പോട്ട് അഡ്മിഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് ഡെലിഗേറ്റ്സ് ഡയറക്റ്റ്ലി നമ്മളെ വന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഈ പറഞ്ഞ അഡ്മിഷൻ ഫീ കൊടുത്താൽ മതി. അപ്പോൾ അവിടെ നമുക്കൊരു ഉറപ്പായി, നമുക്കിനി അത് നമുക്ക് നഷ്ടമാവത്തില്ല. ആഡം ഇൻ്റർനാഷണലിൻ്റെ സ്പോട്ട് അഡ്മിഷൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിനകത്ത് വരുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു ഡയറക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ട്. അതായത് ഇൻ്റർവ്യൂവിൽ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ, നമ്മൾ എങ്ങനെയാണ് ഡ്രസ്സ് ചെയ്യേണ്ടത്, നമ്മൾ ഏത് തരത്തിലുള്ള ബിഹേവിയറാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ചുള്ള ട്രെയിനിങ് നമുക്ക് കിട്ടുന്നു. ഇതിൻ്റെ ഒരു ഗുഡ് റിസൾട്ട് എന്ന് പറയുന്നത്, നിരവധി സ്റ്റുഡൻസിന് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് യൂറോപ്പിലെ ടോപ്പ് റാങ്കിങ് യൂണിവേഴ്സിറ്റീസിൽ ആഡം ഇൻ്റർനാഷണലിന് അഡ്മിഷൻ എടുത്തു കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് IELTS ഇല്ലാതെ യൂറോപ്പിലെ ടോപ്പ് റാങ്കിങ് യൂണിവേഴ്സിറ്റിയിൽ ഈ പറഞ്ഞ പോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പഠിക്കാൻ പോകാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ നമ്മുടെ ഈ വരുന്ന സെപ്റ്റംബർ ഇൻടേക്കിൻ്റെ സ്പോട്ട് അഡ്മിഷൻ ഇവൻറ്റ്സ് ആഡം ഇൻ്റർനാഷണലിൽ നടക്കുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസോ ഡൗട്ട്സോ ഉണ്ടെങ്കിൽ നിങ്ങൾ ആഡം ഇൻ്റർനാഷണലിനെ ബന്ധപ്പെടുക. ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വിത്ത് ഫോൺ നമ്പർ.